സംസ്ഥാനത്ത് ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. സർക്കാരും KSRTCയും സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. KSRTC സർവീസുകൾ ഭാഗികമായി മുടങ്ങി. പലയിടങ്ങളിലും KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹമാവുകയാണ് കേരളത്തിൽ. പക്ഷേ കേരളത്തിന് പുറത്ത് അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയമാണെന്ന് പറയേണ്ടി വരും. ജനജീവിതത്തെ ഒരു തരി പോലും ബാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ കേരളത്തിൽ ജനജീവിതം ദുസ്സഹമാണ്, പക്ഷെ കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയം തന്നെയാണ് ഈ പണിമുടക്ക്, അല്ലേ? ദേവിക, ഈ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ട്രോളുകളൊക്കെ തന്നെ വന്നിരുന്നു. അതായത് കളിയിക്ക വിളയ്ക്കും തലപ്പാടിക്കും ഇടയിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഭാരത് ബന്ദ് എന്നുള്ളത്. അന്ന് അതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ വെറുതെ ചിരിച്ചു തള്ളിയതാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. രാജ്യ തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, സൗത്ത് എക്സ് ഉൾപ്പെടുന്ന ഭാഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവരെങ്ങും ഇങ്ങനെയൊരു പണിമുടക്കോ ഭാരത് ബന്ധോ നടക്കുന്നതായി ഇതുവരെയും അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളതാണ് വസ്തുത. രാവിലെ ഇപ്പോൾ സമയം 7:11 രാവിലെ 7:11. ഇനി ഈ തിരക്കല്ല ഉണ്ടാകാൻ പോകുന്നത്. ഓഫീസ് ടൈമുണ്ട്, അതോടൊപ്പം തന്നെ സ്കൂൾ ടൈം, ഇത് കോളേജ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇവിടം തിരക്കിൽ അമരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണ പോലെ ഇപ്പോൾ 7:11 ആകുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്, സർക്കാർ വാഹനങ്ങൾ നിരത്തിലുണ്ട്. ചെറിയ 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 ഷോപ്പുകളൊക്കെ തന്നെ തുറന്നു വരുന്നു. സർക്കാർ ഓഫീസുകൾക്ക് അവധിയില്ല, അതോടൊപ്പം തന്നെ അങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല. എല്ലാവരും തൊഴിലിനായും അവരവരുടെ കാര്യങ്ങൾക്കായും പുറത്തിറങ്ങുന്ന വാഹനങ്ങൾ നിരത്തിൽ ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾക്ക്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കേരളത്തിന് പുറത്തുള്ള, കേരളത്തിന് വെളിയിലുള്ള ഭാരത് ബന്ദിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഈ കാണുന്നത്. രാവിലെ 7:11, 7:12 ആകുമ്പോഴാണ് കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ വാഹനം, ഒരു ബസ് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ നാട്ടുകാരൊന്നും ഇടത് പാർട്ടികളും ഈ 10 സംഘടനകളും ഒക്കെ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കേരളത്തിലേതുപോലെ തൽക്കാലം ഇവിടെ ടയറിൻ്റെ കാറ്റൂരി വിടലില്ല, ബസ്സിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കലില്ല, ആളുകളെ ഭീഷണിപ്പെടുത്തി തിരിച്ച് വീടുകൾക്കുള്ളിലേക്ക് കയറ്റലില്ല. വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്, വാഹനങ്ങൾ ഓടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഈ പുതിയ നയം, പുതിയ പദ്ധതികൾ കൊണ്ടുള്ള ഗുണങ്ങൾ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അത് തൊഴിലാളി ക്ഷേമം ലക്ഷ്യമിട്ട് തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, കേരളം വിട്ടുള്ള പുറത്തേക്ക് വരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു പിന്തുണയും ഈ ഭാരത് ബന്ദിനോ ദേശീയ പണിമുടക്ക് എന്ന് അവർ പറയുന്ന പണിമുടക്കിലോ കിട്ടാതെ പോയത്. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അത് പൊളിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പതിവ് പോലെ ഒരു 8-9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾ, അതോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ നിന്നും അതിൻ്റെ അടുത്തു നിന്നൊക്കെ ലൈവുകളും പ്രതികരണങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. പതിവ് പോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പതിവ് പോലെ ഈ പണിമുടക്ക് ജനം തള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിന് പുറത്ത്. ശരി, എന്തായാലും BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. കൊച്ചിയിലേക്ക് എത്തുകയാണെങ്കിൽ സർവീസിന് തയ്യാറായി വന്ന BMS യൂണിയനിലെ ജീവനക്കാരെ സമരക്കാർ തടഞ്ഞു. കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകേണ്ട ബസ്സാണ് സമരക്കാർ തടഞ്ഞിട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഇപ്പോൾ BMS തൊഴിലാളികൾ അവിടെ എത്തിയെങ്കിലും അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? ദേവിക, ഇവിടെ BMS തൊഴിലാളികൾ അവർ തൊഴിലെടുക്കാൻ തയ്യാറായി വന്നിരുന്നു. രാവിലെ തന്നെ 5 മണിക്ക് കോഴിക്കോടേക്ക് സർവീസ് നടത്തേണ്ട ബസ്സായിരുന്നു. ആ ബസ്സാണ് ഇപ്പോൾ CITU യൂണിയൻ തൊഴിലാളികൾ, KSRTC എംപ്ലോയീസ് യൂണിയൻ തൊഴിലാളികൾ തടഞ്ഞിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായും സർവീസുകൾ മുടക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമസ്കാരം. നമ്മൾ രാവിലെ 5 മണിക്ക് പുറപ്പെടേണ്ടതാണ്. ഇപ്പം ഞങ്ങൾ 5 മണിക്ക് പുറപ്പെട്ട ടൈമൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു
ഇവർ തടയുന്നുണ്ട്, അതുകൊണ്ട് വണ്ടി വിടുക. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഞങ്ങൾ KST BMSൻ്റെ പ്രവർത്തകരാണ് പറഞ്ഞു. അപ്പോൾ ടൈം വെച്ചു എന്നിട്ടും പക്ഷേ പുള്ളി ഇവിടെ തടഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോലീസിനെ അവർ വിളിക്കാൻ തയ്യാറായില്ല, ഞങ്ങൾ വിളിച്ചിട്ടും പോലീസ് വന്നു. പക്ഷേ പോലീസ് വന്നിട്ടും പ്രൊട്ടക്ഷൻ തരാൻ തയ്യാറായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്ന കാര്യമാണല്ലോ അല്ലേ? അതെ. ഇനിയിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ വൈകി 5 മണിക്ക് പുറപ്പെടേണ്ട? അതാണ് പ്രൊട്ടക്ഷൻ തന്നാൽ എപ്പോഴാണ് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അതിന് എന്താ പറയുക, സ്റ്റേഷൻ മാസ്റ്റർ അനുമതി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണോ അവരിപ്പോൾ പറയുന്നത്? എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഈ പോലീസ് എന്താ അതിനൊക്കെ കരുതി പറയുന്നത്? പോലീസ് ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇന്നലെ രാത്രി വന്നതാ, ഇന്ന് പുലർച്ചെ 5 മണിക്ക് സർവീസ് പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ സർവീസ് പോകാൻ വേണ്ടി വണ്ടി റെഡിയായി സർവീസിന് തയ്യാറായപ്പോൾ ഒരു വണ്ടി തടഞ്ഞപ്പോൾ ഞങ്ങൾ സമരത്തിന് അനുകൂലിക്കുന്നവരല്ല, ഞങ്ങൾ KST BMSൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്, ഇപ്പോഴും പോകാൻ തയ്യാറാണ്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നില്ല, ഇവിടുത്തെ SMO പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടില്ല, അനുകൂലിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വന്നത്. അല്ല, ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരികയാണെങ്കിൽ ഞങ്ങൾ സർവീസ് പോകും. ആരെങ്കിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ഇങ്ങനെ സർവീസ് മുടങ്ങിയിരിക്കുകയാണെന്ന് അറിയിച്ചിരുന്നോ? അറിയിച്ചിട്ടുണ്ട്. ഞാനിവിടെ 6:15 സർവീസ് കൊണ്ടാണ്, കോഴിക്കോടിലെ രാവിലെ 6:15 കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ രജിസ്ട്രേഷൻ ചാർട്ടൊക്കെ എടുത്തു പോകാൻ വേണ്ടി തയ്യാറായിട്ട് സമയത്താണ് ഈ വണ്ടി ഇവിടെ തടഞ്ഞായി കണ്ട്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട സമരാനുകൂലമായിട്ട് സംസാരിച്ച് വന്ന് വണ്ടി വിടില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പിടിച്ചവിടെ വെച്ചിരിക്കുകയാണ്. വണ്ടി അത് ജനറൽ വണ്ടി തന്നെ, ലോ ഫ്ലോർ തന്നെ. നമുക്ക് രാവിലെ പിന്നെ കോഴിക്കോട് ഇപ്പോൾ 4 സർവീസുകളുണ്ട് ഇവിടെ. രാവിലെ 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക്, 6:15 4 സർവീസും കോഴിക്കോട് ഇപ്പോൾ തന്നെയാണ്. ഒക്കെ സ്റ്റേ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതാണിപ്പം ഇവിടെ ഒരു വണ്ടിയുമ്പോൾ തിരിച്ചു പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച സമയത്ത് അവർ കോൺവോയായിട്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അയക്കാമെന്നൊക്കെ പറയുന്നല്ലാതെ ഇതുവരെ യാതൊരു കാര്യം പറഞ്ഞിട്ടില്ല. BMSന്റെ തൊഴിലാളികൾ കൂടുതൽ പേര് എത്തുന്നുണ്ടോ തൊഴിലെടുക്കാൻ തയ്യാറായിട്ട്? BMS നമ്മളിപ്പം ഈ ദിവസം BMSൻ്റെ പിന്നെ തൊഴിലാളികൾ സമരത്തിന് അനുകൂലിക്കുന്നില്ലല്ലോ. നമ്മൾ തീർത്തും എന്താണ് സർവീസ് പോകാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു അനുവാദം കിട്ടുകയാണെങ്കിൽ നമ്മൾ സർവീസായിട്ട് കോഴിക്കോടേക്ക് പോകും. ഞങ്ങൾ കോഴിക്കോട് ഡിപ്പോയുടെ വണ്ടി, ഈ ഡിപ്പോയുടെ വണ്ടിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ കൂടുതൽ പ്രവർത്തകരെ പറ്റി പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നവരെല്ലാവരും സർവീസ് പോകാൻ വേണ്ടി തയ്യാറാണ്. ഇത്തരത്തിൽ സർവീസിന് തയ്യാറായ വണ്ടികൾ അത് തടയുന്നു എന്ന കാര്യമാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നിരവധി യാത്രക്കാർ പല ഭാഗങ്ങളിൽ നിന്നായി വന്ന ആളുകളുണ്ട്. അവരെല്ലാം ഈ ഒരു KSRTC സ്റ്റാൻഡിൻ്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. ആ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, കാരണം പൊതുഗതാഗത സംവിധാനങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ആക്കുന്ന സമര രീതികളോടാണ് വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നത്. എവിടുന്നായിരുന്നു വരുന്നത്? I don't know Malayalam. I can speak English. കോഴിക്കോട്. Sorry? Where? I'm coming from Bangalore. Yeah. And I'll be staying here, Ernakulam. Anything else you want to ask? When you come? Just now. I'm just arriving here. What's happening? Strike. All India strike. Okay. ഈ സമരം ഇങ്ങനെ നടക്കുന്നു എന്നത് കാര്യം പോലും അറിയാതെ വലിയ തോതിലുള്ള ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു സമരത്തെ അവരൊരു തരത്തിലും അനുകൂലിക്കുന്നില്ല. അവരെല്ലാം ഈ ഒരു യാത്രാ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായി മാറിയ ആളുകൾ തന്നെയാണ്. നമുക്കറിയാം, നിരവധി സർവീസുകൾ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലായി തടസ്സപ്പെടുത്തി ഇരിക്കുന്നു. ആ സർവീസുകൾ പൂർണ്ണമായും തന്നെ മുടങ്ങിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ മന്ത്രി നൽകിയിരിക്കുന്ന ഒരു ഉറപ്പാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും. അതായത് ഡയസ്നോൺ പ്രഖ്യാപിച്ച ഒരു സ്ഥാപനമാണ്. അവിടെയാണ് തൊഴിലാളികൾ ഇത്തരത്തിൽ ആ ഡയസ്നോണിനെ പോലും അംഗീകരിക്കാതെ സമരരംഗത്ത് തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ആ ബസ് തടഞ്ഞിട്ടിരിക്കുന്നത് അതേപടി തന്നെ തുടരുന്നു. അതിനു മുന്നിൽ CITUവിൻ്റെ പ്രവർത്തകർ നിലനിർത്തിയിട്ടുണ്ട്. അവർ ഒരു കാരണവശാലും സർവീസുകൾ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ്. രാവിലെ 8ഓളം സർവീസുകൾ ഇത്തരത്തിൽ തയ്യാറായി വന്നത് വൈറ്റിലയിലും തടഞ്ഞിരുന്നു. വൈറ്റില സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഇത്തരത്തിൽ തടയുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അങ്ങനെ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ പോലും തടയുന്നു. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു സംരക്ഷണം
സംരക്ഷണം നൽകാൻ വേണ്ടി യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷ അല്ലെങ്കിൽ ഓടാൻ തയ്യാറായ വാഹനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം യൂണിയൻ ഭാരവാഹികളടക്കം അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. യാത്രക്കാരെയും കൊണ്ട് വന്നതാണോ? ആളില്ല. പണിമുടക്ക് അറിഞ്ഞായിരുന്നോ? പണിമുടക്ക് അറിഞ്ഞായിരുന്നു, പക്ഷെ അവർ ഇന്ന് വരും വിചാരിച്ചു, പക്ഷെ വന്നില്ല. സർവീസ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അതെ, ഇന്ന് വണ്ടികൾ ചിലപ്പോൾ ഓട്ടം ഉണ്ടാവുന്നു. ഇന്നലെ പ്രൈവറ്റ് ബസ്സില്ലല്ലോ, ഇന്ന് വരും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഇല്ല. സർവീസ് നടക്കുമെന്ന ഒരു ധാരണയിൽ തന്നെയാണ് തങ്ങൾ എത്തിയത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ സമരരംഗത്ത് ശക്തമായി തന്നെ നിൽക്കുകയാണ്. സർവീസുകൾ പോയിട്ടില്ല. ഇല്ല. ഇക്കാര്യത്തിൽ എന്താണ് നമ്മുടെ നിലപാട്? ഇനി പൂർണ്ണമായി ഇനി സർവീസുകൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് മാത്രമല്ലല്ലോ, സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാവും ജനങ്ങളുടെ നിലപാട് എന്താണ്. അവർ പണിമുടക്കിനൊപ്പം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും തിരക്ക് വരേണ്ട സമയത്തും ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഏത് പണിമുടക്കിനാണ് ഡയസ്നോൺ ഇല്ലാത്തത്? പണിമുടക്കിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പണിമുടക്കിനെ നമ്മൾ സ്വീകരിക്കുന്നത്. സർവീസുകൾ ഇനി അനുവദിക്കില്ല. സർവീസ് പോകാൻ തയ്യാറായിട്ട് ഈ എറണാകുളം യൂണിറ്റിൽ ഇതേവരെ ഒരു ജീവനക്കാരനും വന്നിട്ടില്ല. അപ്പോൾ ജീവനക്കാരെല്ലാവരും ഈ പണിമുടക്കിനോട് അനുകൂലമായി നിൽക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളും ഈ പണിമുടക്കിനെ അനുകൂലിച്ച് തന്നെ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ CITU യൂണിയൻ KSRTC എംപ്ലോയീസ് യൂണിയൻ നിലപാട് പറഞ്ഞിരിക്കുന്നത് തൊഴിലാളികൾ തങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമര രംഗത്ത് തുടരുകയാണ്. ഡയസ്നോൺ സാധാരണ സർക്കാരിൻ്റെ ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സമരത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന സ്ഥിതിയില്ല. അതുകൊണ്ട് തന്നെ സമരം തുടരുമെന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ പൂർണ്ണമായും യാത്രക്കാരെ വലച്ചുകൊണ്ട് അവരെ ഗതാഗത സംവിധാനങ്ങൾ തടഞ്ഞുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സമര രീതിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സമരങ്ങൾ ആവർത്തിക്കുന്നത്. ബന്ദിന് സമാനമായ, ഹർത്താലിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ശരി, എന്തായാലും ഇനി മലബാർ മേഖലയിലേക്ക് കൂടി എത്തുമ്പോൾ കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനവും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ചേരുകയാണ്. ആദ്യം കോഴിക്കോടേക്ക് എത്തുന്നു. ശിവദാസ്, കോഴിക്കോട് എങ്ങനെയാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്? ജനജീവിതം ദുസ്സഹമാണോ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തീർച്ചയായും ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പണിമുടക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുള്ള സമയം നിരവധി ആളുകൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. നിരവധി ആളുകൾ ഇവിടെ ട്രെയിൻ ഇറങ്ങി വാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ കൂടുതൽ സമയമായി അവർ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഓടുന്നില്ല. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഈ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ മറ്റ് KSRTC സർവീസുകളോ ഒന്നും തന്നെ നിലവിൽ ഇവിടെ സർവീസ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, രാവിലെ ട്രെയിൻ ഇറങ്ങി വന്ന ആളുകൾ ഉണ്ട്. അവർ ഇവിടെ ഏറെ നേരമായി കാത്തിരിക്കുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നത്? എങ്ങോട്ടാ? മെഡിക്കൽ കോളേജിലേക്ക് പോകാനോ? കുറെ സമയമായോ കാത്തു നിൽക്കുന്നത്? 6:15 ട്രെയിൻ വന്നേരം സമയം വണ്ടി വിടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് കോളേജിൽ നിന്ന് ആംബുലൻസ് വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി കുറെ സമയമായിട്ട് വന്നിട്ടില്ല. വന്നില്ല. 7:15 അവിടുന്ന് നൈറ്റിലുള്ള ആളെ എടുത്തിട്ടേ വരും. അവിടെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അതായത് ഇപ്പോൾ ഞാൻ സംസാരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. 1 മണിക്കൂറിൽ കൂടുതലായി അവർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട വാഹന സൗകര്യം എത്തിയിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വാഹനം എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളടക്കം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരും ഇതുപോലെ രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ജോലി ചെയ്യുന്ന? അതെ. അവിടെ വണ്ടി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ സാധാരണ വണ്ടി ഇറങ്ങി കഴിഞ്ഞ് അങ്ങനെ നേരത്തെ പോകാൻ പറ്റാറില്ലേ? പോവരുണ്ട്. കുറേ സമയമായി ഞങ്ങൾ 6:30 ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ? ബുദ്ധിമുട്ടാണ്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ജോലിക്ക് എത്താൻ പറ്റും. ഹോസ്പിറ്റൽ പോലത്തെ ഒരു സംഗതിയിൽ ഞങ്ങൾ സ്റ്റാഫുകാർ എത്തിയില്ലെങ്കിൽ അവസ്ഥ എന്താവും? അപ്പോൾ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അവിടെ നിലവിൽ അവർ എത്തിയിട്ടില്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പല പ്രവർത്തനങ്ങളും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആശുപത്രിയെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പണിമുടക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുന്ന, അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പണിമുടക്ക്. ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പല മേഖലകളും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി പോലുള്ള അടിയന്തര സ്വഭാവമുള്ളവ, അവിടേക്ക് ജോലിക്ക് എത്തേണ്ട ആളുകൾക്ക് പോലും കൃത്യമായി ആ സമയത്ത് അവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അതുപോലെ വ്യത്യസ്ത മേഖലകളിലേക്ക് എത്തേണ്ട ആളുകൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ. ഇപ്പോൾ രാവിലെ ആയിട്ടുള്ള ഇനി കൂടുതൽ ആളുകൾ ഇതുപോലെ മറ്റു ട്രെയിനുകളൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ഇങ്ങനെ ബസ് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ വാഹനം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ഇവിടെ ഏറെ നേരം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം നമുക്ക് നിരത്തിലേക്ക് നോക്കിയാൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. വാഹനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ്, ഇരുചക്ര വാഹനങ്ങളും ചില സ്വകാര്യ കാറുകളും മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പ്രൈവറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ മറ്റ് നിലവിൽ KSRTC സർവീസുകളൊന്നും തന്നെ ഇവിടെ നിരത്തിലൂടെ ഓടുന്നില്ല. ഇത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. ചില അടിയന്തരമായ ചില വാഹനങ്ങൾ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഇതൊഴിച്ച് അത് അപൂർവമായി മാത്രമാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടക്കം ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വാഹനം എത്തിക്കാം എന്ന് അവർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ വാഹനമൊന്നും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. 1.5 മണിക്കൂറോളമായി അവർ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ട് പോകാൻ വേണ്ടി വന്നു? മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട് ജോലി ചെയ്യുന്നതാ? 1 മണിക്കൂറായി. വണ്ടിക്ക് വേണ്ടി നിങ്ങളും ആംബുലൻസ് നിങ്ങളും എത്തിയിട്ടില്ലെങ്കിൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവില്ലേ? വിളിച്ചു പറഞ്ഞിട്ട് ലേറ്റ് ആവുന്നു. എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. നിലവിൽ ഇവിടെ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഈ കാത്തു നിൽക്കുന്ന നിരവധി ഇവിടെ ജോലിക്കാരുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. 10-30 കൂടുതൽ ആളുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഏകദേശം രാവിലെ 1.5 മണിക്കൂറുകൾ കൂടുതലായി അവർ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്ക് വാഹനം എത്തിയിട്ടില്ല. ഇത്തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ഈ ഹർത്താലിൻ്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് പല മേഖലകളും സ്തംഭിക്കുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി ആളുകളുണ്ട്. ഓട്ടോ തൊഴിലാളികളും അതുപോലെയുള്ള ദൈനംദിന ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി തൊഴിലാളികൾ ഉണ്ട്. അവരുടെ എല്ലാം തന്നെ ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യം ആണ് ഈ ഒരു ബന്ദിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ദേശീയ പണിമുടക്കിലൂടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രയാസം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ട നിരവധി ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലും അടക്കം നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആശുപത്രി പോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ട നിരവധി ആളുകൾ അവരൊക്കെ തന്നെയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് കാരണം ബുദ്ധിമുട്ടിലാകുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രതിഷേധം ഈ ഒരു സമരത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്രം അത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാർക്ക് പോലും അവിടെ നിന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ്. ജനജീവിതം ദുസ്സഹമാണ്.